ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ മൊത്തം തെറ്റാണല്ലോ പറയണേ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ നീഡിലിൽ കഴിഞ്ഞ ദിവസത്തല്ല കുറച്ച് നാൾ മുന്നത്തെയാണ് ഇതെല്ലാം. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഇടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നീഡിലിൽ പോയിട്ട് നീഡിലിലെ വീഡിയോസും അതേപോലെ തന്നെ ഒരു ഷോപ്പിൻ്റെ വീഡിയോയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ അടുത്ത പ്ലേസിലേക്ക് പോകുന്ന ഒരു വ്യൂ ആണിത്. കംപ്ലീറ്റ്ലി നല്ല വ്യൂ ആണ്. നമ്മൾ കാറിലാണ് പോയത്. അപ്പോൾ നമുക്ക് ആകാശമാണെങ്കിലും വെള്ളമാണെങ്കിലും മേഘമാണെങ്കിലും ഈ സൈഡിൽ ഈ റോഡുകളാണെങ്കിലും സൈഡിൽ കാണുന്ന ഈ പച്ചപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഭയങ്കര നല്ല വ്യൂ ആണ്. നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലസൻറ്റ് വ്യൂ ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ പോണ പ്ലേസിൻ്റെ പേര് ഞാനിപ്പോൾ പറയാനുള്ള കാരണം അത് ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് ഇൻട്രോ ആയിട്ട് ഇട്ടു. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേസ്. നമ്മൾ അങ്ങോട്ടേക്ക് കയറുകയാണ്. ഐൽ ഓഫ് വൈറ്റ് പേൾ ആണ് നമ്മൾ കാണുന്നത്. ഐൽ ഓഫ് വൈറ്റ് അങ്ങനെ തന്നെയാണ് പേര്. അപ്പോൾ അങ്ങോട്ടാണ്. അപ്പോൾ കാർ പാർക്കിംഗ് ആണ്. അത്യാവശ്യം കുറേ കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേ ആൻഡ് പാർക്ക് ആയിരുന്നില്ല, ഫ്രീ പാർക്കിംഗ് ആയിരുന്നു. നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്യാണ്. നമ്മളിപ്പോൾ പേൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അല്ല, കാർ പാർക്കിങ്ങിലാണ് നമ്മളിപ്പോൾ. കാർ പാർക്കിംഗ് ഉണ്ടെന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചെളി പറഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മളുടെ എവിടെയായിരുന്നു നമ്മൾ പോയത്? ആ നീഡിലിൽ പോയിട്ട്. അപ്പോൾ നമ്മൾ നീഡിലിൽ നിന്ന് ഒരു 15 മിനിറ്റ് എന്തോ ഉള്ളൂ. അപ്പോൾ എന്തോ റോഡ് ക്ലോസിങ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ടൈം എടുക്കേണ്ടി വന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. നമുക്കറിയില്ല കേട്ടോ എന്താണ്, എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കണോ എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല. ആസ് യൂഷ്വൽ നമുക്ക് പോവാം. ഓപ്പണിംഗ് ഹവേഴ്സ് 4 മണി വരെയാണ് ഉള്ളത്. പിന്നെ സൺഡേയും ക്രിസ്മസ് ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പോൾസ് വെച്ചിട്ട് അവർ ചെയ്തേക്കണം കേട്ടോ. ക്രിസ്മസ് ട്രീ കണ്ടോ. റെസിഡൻഷ്യൽ ഹോമിലെ നഴ്സിംഗും റെസിഡൻഷ്യൽ ഹോമിലെ ആൾക്കാരാണ് എല്ലാ ഡെക്കറേഷൻസും ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് എഴുതിയിട്ടുള്ളത്. കണ്ടോ കണ്ടോ ഇവിടെ ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പോർഷനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വോയിസ് ഓവറായിട്ട് ഞാൻ കൊടുക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞത് മൊത്തം പൊട്ടത്തരങ്ങളാണ്. ശരിക്കുള്ള വീഡിയോയിലെ വോയിസിൽ ഞാൻ പറഞ്ഞതൊക്കെ പൊട്ടത്തരമാണ്. അപ്പം ഞാൻ ആ വീഡിയോയിൽ റിയലി ഞാൻ പറഞ്ഞത്, ഞാൻ വിചാരിച്ചത്, ഞാൻ വായിച്ചിട്ട് ഉള്ള പൊട്ടത്തരം ഞാൻ മനസ്സിലാക്കിയത് ഇത് ഒറിജിനലാണെന്നാണ്. അപ്പോൾ ഇത് പേൾ ഓഫ് അല്ല എന്ന് പറയുന്ന പേളാണ്. ഭയങ്കര വില കൂടിയതും ഭാരമേറിയതുമായിട്ടുള്ളൊരു പേളാണത്. അപ്പോൾ ഇത് ആരോ ഓൺ ചെയ്യുന്നുണ്ട്, അതായത് ആരോ ഇങ്ങനെ ലേലം വിളിച്ചെടുക്കാമെന്ന് പറയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട് ആരുടെയോ കയ്യിൽ. അപ്പോൾ അതിനെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒറിജിനലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റിട്ടേൺ വരാൻ നേരത്ത് എനിക്ക് മനസ്സിലായി ഒറിജിനൽ അല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒറിജിനലാണെന്ന് പറഞ്ഞ ഒരു ഫോൾസ് ഇൻഫോർമേഷൻ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ സമയത്ത് ആ വോയിസ് അങ്ങ് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ബാക്കി ആ ഒരു ലെങ്ത്തിലെ ആ വീഡിയോസ് ഞാനെന്നാൽ വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പോൾ കുറേ ക്രിസ്മസ് ട്രീസും ഉണ്ട്, വെള്ള കളറ് പച്ച കളറൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു നല്ലൊരു ഗിഫ്റ്റ് റാപ്പ് പോലെ അവർ പൊതിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവച്ചിട്ടുള്ളതാണ്, ഓരോ സ്ഥലത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളത് ആ സൈഡിൽ ആ പേപ്പറിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് ഓരോ പ്ലേസിൽ നിന്നുള്ള ക്രിസ്മസ് ട്രീസ് ആണെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അതെന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും കോമ്പറ്റീഷൻ ആണോ എനിക്ക് അത്രയും ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ. കണ്ടതൊക്കെ ഓരോ സ്റ്റുഡിയോന്നും ഓരോ സ്ഥലത്തുനിന്നും എല്ലാം കെയർ ഹോംസിൽ നിന്നും അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഇവിടെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ കറക്റ്റായിട്ടും അതെന്താണ് ഐഡിയ എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. കണ്ടോ, ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കുളമാക്കണില്ല. പിന്നെ കണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മുടെ പ്രിൻസസ് ഡയാനയുടെ ഡ്രസ്സാണ്. അപ്പോൾ ഇത് പേൾ വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിച്ചാൽ മതി, കാരണം അത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നുണ്ടല്ലോ.
അപ്പോൾ അവർ 6 മാസത്തോളം എടുത്തു ആ ഡ്രസ്സ് തയ്ക്കാനെന്നൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. കംപ്ലീറ്റ്ലി പേള് സ്യൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാരുടെ ഹാർഡ് വർക്കാണ് ആ അത്രയും നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം അത് ഒറിജിനൽ പേളാണെന്നാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് പ്രിൻസസ് ഡയാൻ ഇട്ടിട്ടുള്ള പിക്ചറും ഒരു സൂമിൻ പിക്ചറും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചില്ലുംകൂട്ടിൽ അവർ വച്ചിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെയും കുറേ ക്രിസ്മസ് ട്രീസൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ ക്രിസ്മസ് ട്രീയും അത്യാവശ്യം നല്ല രീതിയിൽ നിരീക്ഷിച്ചു. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ വെള്ള കളർ ക്രിസ്മസ് ട്രീ ഒക്കെ കുറേ സ്ഥലത്ത് കണ്ടു. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് അവരുടെ ടൂൾസും എന്താണ് അവർ ഡിസൈൻ ചെയ്യുന്നതും അങ്ങനെ ഉള്ളതാണ്. പിന്നെ ഞാൻ മോസ്റ്റ്ലി അവിടെയുള്ള എല്ലാ ഓർണമെൻറ്റ്സും എല്ലാ സാധനങ്ങളും ഞാൻ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ റേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 150 പൗണ്ട്സാണ് ആ ബ്രേസ്ലെറ്റ്. ഈ ചെയിൻ 110 പൗണ്ടാണ്. ആ കമ്മൽ 65 പൗണ്ടാണ്. ഇവിടെ പിന്നെ കുറച്ചിങ്ങനെ പേൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഡിസൈൻ. ഇത് വർക്ക്ഷോപ്പാണ് അവരുടെ. ഇത് നോക്ക്, ഗ്രീൻ കളറ്. ഇതിൻ്റെ ബ്രേസ്ലെറ്റ് 120 പൗണ്ട്സ്, ചെയിൻ 70 പൗണ്ട്സ്, ഇത് 65 പൗണ്ട്സ്. ഇത് കണ്ടോ എല്ലാത്തിൻ്റെയും റേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇതൊക്കെ അവരുടെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ആണ് ബർഗണ്ടി ഷിമ്മർ ലിമിറ്റഡ് എഡിഷനാണ്. ഇത് കണ്ടോ 55, 110, 70 പൗണ്ട്സ് ഇത്രയ്ക്കാണ്. കണ്ടോ നല്ലതായിട്ടുണ്ട്. ഇത് ഞാൻ ഇത് വീണ്ടും അവരുടെ ക്രിസ്മസ് ട്രീ. ഇതൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് അവർ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞു തന്നെ. ടുഗെദർ അഗൈൻ ഫോർ ക്രിസ്മസ്. ഇവിടെ നിന്നുള്ള നല്ല രസമായിട്ടോ. അവിടെ ബാക്കിൽ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. എനിക്കിനി ഇവിടുത്തെ ഒന്ന് നോക്കിയിട്ടു. ഇവിടെ നമുക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സൊക്കെ ഉണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട്. മീൻസ് കൈൻഡ് ഓഫ് വെറൈറ്റി ഡിസൈനാട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് 39 പൗണ്ടാണ് ഏറ്റവും കുറഞ്ഞ മോതിരം. എനിക്ക് ഈ കമ്മൽ നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട്. 50 പൗണ്ട്. അതിൻ്റെ അകത്ത് പല കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമായിട്ടുണ്ട്. ആ മോതിരമൊക്കെ 39 പൗണ്ട്. ഏറ്റവും വില കുറവിൻ്റെ മാത്രം ഞാൻ പറയാം. ഇതൊക്കെ ഭയങ്കര എലഗൻ്റായിട്ട് ഇങ്ങനെ ഭയങ്കര സിമ്പിൾ സാധനങ്ങൾ. 55 പൗണ്ട്സാണ് അതിന്. ചെയിനുണ്ടോ, ചെയിൻ അടിപൊളിയായിട്ടില്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റസ് ഗ്ലോ എഡിഷനാണ്. അത് ലിമിറ്റഡ് എഡിഷനാണ് കേട്ടോ. അതൊക്കെ ഇത് നമ്മൾ നേരത്തെ കണ്ട് മോഡൽ തന്നെ. പക്ഷേ എന്ത് രസമാണ് ആ ചെയിൻ നോക്കി. 35 പൗണ്ട്. ബ്രേസ്ലെറ്റ് അത് തോന്നുന്നത്. ആ ബ്രേസ്ലെറ്റ് നോക്ക്, അത് നോക്കിയാൽ ഉള്ളിൽ പല കളേഴ്സൊക്കെ വന്നിട്ട്. ഇത് ഈ ബ്രേസ്ലെറ്റ് കണ്ടോ, അതേ മോഡൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ 35 കേട്ടോ. ഇത് സോഫിയ എന്ന് പറയുന്ന കേട്ടോ ഇതിൻ്റെ എഡിഷൻ. ഇതൊക്കെ വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ. വൈറ്റ് കളർ പോൾസാണ്. ഭയങ്കര വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് ആ മാല നോക്ക്, 105ൻ്റെ ഇത് കണ്ടോ. ഇത് നല്ല രസമുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇത് എന്ത് എഡിഷനാണെന്ന് കൊടുത്തിട്ടില്ല. ഇത് ബാർക്യൂന്നോ എന്താണോ അപ്പോൾ എനിക്കറിയില്ല കേട്ടോ പ്രൊണൗൺസ് ചെയ്യാൻ എന്തോ. ഇത് ഫ്രഷ് വാട്ടർ പേൾസ് ആണിത്. ഇത് നോക്ക് 50 പൗണ്ട്സാണ് ഈ ബ്രേസ്ലെറ്റ്സിനൊക്കെ. ഇത് ഒറിജിനൽ അല്ല, മനസ്സിലായോ. അവിടെ ആ ഫ്രണ്ടിൽ വെച്ചിരിക്കണതിന് എത്ര രൂപയാണെന്ന് കണ്ടോ. എത്ര $2 ലക്ഷം എങ്ങാണ്ടാണ്. ഇതും ഫ്രഷ് വാട്ടർ പോൾസ് ആട്ടോ. പക്ഷേ വയലറ്റ് കളർ, ഒരു പർപ്പിളും അല്ല സിൽവറും അല്ലാണ്ട് മറ്റേ ഗ്രേ കളറില്ലേ അങ്ങനത്തെ ഒരു കളർ അതിന്. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഒറിജിനലാണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ നല്ല എന്താണ് പറയുക, ക്ലാസിക് പീസസ്. ഫ്രഷ് വാട്ടർ നാച്ചുറൽ കളറാണ്, അതിന് കളറൊന്നും ആഡഡ് അല്ല.
ഇവിടെ നമുക്ക് പല കളർ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ടാസിൽസ് ആണ്, ടാസിൽസ്, സോറി. ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. മീൻസ് ലൈക്ക് വലിയ റേറ്റ് ഇല്ല എന്ന് തോന്നുന്നു അങ്ങനത്തെ. ഇത് റോസ് ഗോൾഡ് വെർമിൽ എന്താണോ എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ ഒന്നും പ്രൊണൗൺസിയേഷൻ. ഫസ്റ്റ് പേൾസ്. ആ ബ്രേസ്ലെറ്റ് അടിപൊളി, 75 pounds. ഇതെന്താ അറിയില്ല, ഇതെന്തോ പോപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. ഗോൾഡൻ സാൻഡ് സ്ലോപ്പ് ഇൻ ദ സർഫ് ബീച്ച് ഗെയിംസ് ആൻഡ് സ്മീസ്. ഇതെന്തോ പോപ്പ് എന്ന് പറയുന്ന എനിക്കറിയില്ല. ഇത് ജോളി, ഇതൊക്കെ ജോളിയാട്ടോ. ഇത് ഹാംബർലി എന്ന് പറയുന്നതാണ്. ഇവിടെയും കൂടി ഒരു സെക്ഷനുണ്ട്. ഇത് ഭയങ്കര കളർഫുള്ളാട്ടോ. ഓക്കെ, നമുക്കിനി അടുത്തടുത്ത് പോവാം. ഇത് നമ്മൾ നേരത്തെ കണ്ട പോപ്പ് എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇത് ആക്ച്വലി എന്താ എനിക്കറിയില്ല കേട്ടോ. ഇത് ടാസൽസ്. ഇത് എനിക്കറിയില്ല, ഇത് മറ്റേ ഒരു കാതിലിടുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ലോക്കറ്റൊക്കെയാണോ? അല്ല, ഒരു കാതിലിടുന്ന കമ്മലുകളാണ്. ഇതാണ് പോപ്പ്. ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അതാണ് സംഭവം. കണ്ടോ, ഇത് വേറെ കുറച്ച് 885 pound. ഇത് ഒറിജിനലാണ്, പക്ഷെ അവിടെ ഇരിക്കുന്നത് ഒരു സ്പെഷ്യലാണ്. ഇത് ഒറിജിനൽ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരിക്കുന്ന ഒറിജിനലാണ്, അതാണ് ഇതിന് പൈസ. എനിക്ക് ആ ബ്രേസ്ലെറ്റ് നല്ല ഇഷ്ടമായി, നല്ല രസമില്ല. ഡ്യൂ ഡ്രോപ്പ്, ഇതാണ് ഡ്യൂ ഡ്രോപ്സ് കേട്ടോ. ഇതൊക്കെ നോക്ക്, ഇത് കുറച്ചും കൂടെ നേരിട്ട് കാണുമ്പോഴാട്ടോ ഈ കളറൊക്കെ നന്നായിട്ട് അറിയാം. എന്ത് സിമ്പിൾ പീസുകളാണ് നോക്കിയേ. വില നോക്കിയേ, ഇതിന് എത്രയാ നോക്കാം, 3652 pound. എന്താ ആയിരിക്കില്ല. ഇത് നല്ല രസമുണ്ട് കേട്ടോ, 720 pound. കമ്മലിൻ്റെ വില നോക്കിയേ. ഇത് നോക്കുക, അത് പേളാണ് കണ്ടോ, അതാണ് കൾച്ചർഡ് ബ്ലസ്റ്റർ പേൾ. ഇത് ആൾക്കാരൊക്കെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കും കേട്ടോ. ആ മാല അടിപൊളിയായിട്ടോ, ഗ്രീൻ കളറാണ് വരുന്നത്, നല്ല രസമുണ്ട് അത്. ഈ സാധനം നല്ലതല്ലേ, 40 pounds അതിന്. ഹൂപ്സ്, ഇതിൻ്റെ പേരാണ് ഹൂപ്സ്. അതിൻ്റെ മാല നല്ല ഭംഗിയാണ്, ഇവിടെയുള്ള എല്ലാം നല്ല ഭംഗി. ഇത് നമ്മൾ കണ്ടായിരുന്നു. ഇതൊക്കെ പേൾസ് ആട്ടോ. ഞാൻ കൂടുതലും ഈ സൗന്ദര്യം കണ്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കുക, വാട്ടർഫോൾ. നോക്കുക, താഴെ കണ്ടോ, ജസ്റ്റ് ചെയ്യുന്നത് 55 pounds. ഇതവരുടെ ഓഫീസാട്ടോ. വിച്ച് വൺ ഈസ് റിയൽ? ക്യാൻ യു ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൾച്ചർഡ് റിയൽ പേൾ ആൻഡ് എ? ടേൺ ലെഫ്റ്റ്. അഗെയിൻ യു ഹാവ് ടു ടേൺ ലെഫ്റ്റ്. പേൾസ് ടൈപ്പ്, ഇവിടെ പലതരം പേൾസിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഓഷ്യനി എന്നുള്ളത് പല സ്പേഷ്യസ് ആയിട്ടുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. സൗത്ത് സീ പോളാണത്. സൗത്ത് സീ നമ്മളെവിടെയാണല്ലോ.
ഇതൊക്കെ ഇത് അടുത്ത പേൾ കണ്ടോ. പിന്നെ ഇത് പല കളറുകളുള്ളത്, അതാണ് ഫ്രഷ് വാട്ടർ പേൾ. ഇത് വേറെ പേൾ. ഓക്കെ, ഇത് പേളിൻ്റെ ഗ്രേഡിങ്ങിനെ പറ്റിയിട്ട് കൊടുത്തേക്കാണ്. കണ്ടോ, ഇതൊക്കെ വെച്ചിട്ടാണ് പേളിൻ്റെ ഗ്രേഡിങ് അവർ ഫിക്സ് ചെയ്യുന്നത്. കണ്ടോ, അവരെന്തോ എല്ലാ ബെല്ലും അടിക്കണം എന്ന് തോന്നുന്നു. എന്താണ് ആ ഒരു ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അടുത്തത് പോൾസിൻ്റെ എൻജോയ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതെങ്ങനെയാണ് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ. ഓക്കെ, ഇനി ഇവിടെ പൂച്ചയുടെ എന്തോ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവർ പൂച്ചകളുടെ നല്ലതിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കേട്ടോ, ഇവിടെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ നോക്കാം. കണ്ടു കഴിഞ്ഞില്ലേ നമ്മൾ? ജസ്റ്റ് ഓടിച്ച് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് നോക്കാം. നോക്ക് 90 പൗണ്ടിൻ്റെ അടിപൊളി സാധനം. ഇവിടെ കഫറ്റേരിയ ഉണ്ട്. കഫറ്റേരിയ ബിരിയാണി കിട്ടോ? നോക്ക്, ബിരിയാണി സെർച്ച് ചെയ്ത് നോക്ക്. ഓ സീൻ, ഇത് നോക്കിയേ, 80 പൗണ്ട് മാല. ഇത് അത് കഴിഞ്ഞിട്ട് അവിടെയുള്ളൊരു കഫറ്റീരിയയിൽ ഞങ്ങൾ പോയതാണ്. അവിടെ നമുക്ക് കുറേ സ്നാക്സ് ഐറ്റംസ് ഉണ്ട്, അതേപോലെ തന്നെ ഡ്രിങ്ക്സ് ഉണ്ട്, കോഫി, ടീ, അങ്ങനെയുള്ള കുറേ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അവിടെ കുറച്ച് സീറ്റിംഗ് ഏരിയാസ് ഉണ്ട്. അപ്പം നേരത്തെ കണ്ട പോലെ തന്നെ കുറേ ക്രിസ്മസ് ട്രീസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്തോ കോമ്പറ്റീഷൻ എന്തോ ആണെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പല വെറൈറ്റീസ് ഓഫ് ക്രിസ്മസ് ട്രീസ് ആണുള്ളത്. അപ്പം ഞാൻ മാക്സിമം എല്ലാം കാണിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് അവിടെ കുറേ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പ്ലേ ഏരിയ പോലെയൊക്കെ കേട്ടോ. അപ്പം നമ്മൾ പേൾസൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. പേൾസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാണ്. നല്ല തണുപ്പുണ്ട്. പേൾസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാണ്. നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റ് ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട്. നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് നമുക്ക് വേറെ ഒന്നും കഴിക്കാനായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. ഓക്കെ,